അതെ, നമ്മളിന്ന് നല്ല വറുത്തരച്ച കപ്പ ബിരിയാണിയാണ് വെക്കുന്നത്. കപ്പ എല്ലും എന്ന് ഇതിന് പറയും. നല്ല രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വലുപ്പമുള്ള തേങ്ങയുടെ പകുതി ഭാഗം ചിരണ്ടിയെടുത്തത്, 2 ചെറിയ തക്കോലം, 10 ഗ്രാമ്പു, വലുപ്പമുള്ള 7 ഏലക്ക, 3.5 ടീസ്പൂൺ പെരുംജീരകം, കനം കുറഞ്ഞ 3 കറുവാപ്പട്ട, കുറച്ച് കനമുള്ളതാണെങ്കിൽ 2 കഷ്ണം മതി, ഒരു 2 ഇഞ്ച് നീളമുള്ള. ഇനി ഈ സ്പൈസസ് എല്ലാം കൂടി നമുക്ക് ചുവടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പോൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങ ഒന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു 8 തണ്ട് വലുപ്പമുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടിയാലും നല്ലതാണ്, കുറഞ്ഞു പോകരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 8 തൊട്ട് 10 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഇതിന് ഈ 8 പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഒട്ടും എരിവില്ല. 90% തേങ്ങാപ്പീരയും നല്ല ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ, ഈ ഒരു കളർ ആകുന്നത് വരെ മൂപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അടുപ്പ് ഓഫാക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നല്ലപോലെ ഇളക്കി ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ബൗളിലിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ലപോലെ പൊടിച്ചെടുക്കുക. വറുത്തരച്ച തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുകെല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ആ പച്ചപ്പ് മണമെല്ലാം മാറി വരുമ്പോഴത്തേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ആ പച്ചപ്പ് മണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിപ്പമുള്ള 3 സവോള കൊത്തി അരിഞ്ഞതോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിയേക്കുന്ന എല്ലിന് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ആ പൊടികളുടെ ആ പച്ചപ്പ് മണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ തേങ്ങ അരച്ച മിക്സിയുടെ ബൗളിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ പോത്തിൻ്റെ വെണ്ണഞ്ച് എന്ന് പറയുന്ന ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവേ. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വരുന്നത് വരെയും മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് 2-ാമത്തെയും 3-ാമത്തെയും വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പ ഇവിടെ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 2 കിലോ എല്ലിന് 3 കിലോ കപ്പ എന്ന കണക്കിനാണ് എടുത്തേക്കുന്നത്. കുക്കറിൽ കപ്പ ഇട്ടതിന് ശേഷം കപ്പയേക്കാൾ ഉയർന്ന് ഒരു 2-3 ഗ്ലാസ് വെള്ളം കൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് പ്രഷർ മൊത്തം പോയതിന് ശേഷം കപ്പ വെന്തെങ്കിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുക്കുക. നമ്മുടെ വറുത്തരച്ച എല്ലുകറി എന്തായാലും നോക്കാം. കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം കുക്കർ തുറക്കുക. എല്ലെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നമ്മുടെ ഇഷ്ടാനുസരണം കപ്പയെല്ലും ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ എല്ലും കപ്പയും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കണേ. എങ്കിലേ ആ എല്ലിൻ്റെയും നെയ്യുടെയൊക്കെ രുചി എടുത്തറിയാൻ കഴിയുള്ളൂ. നല്ല സൂപ്പർ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്